ഇതൊരു ഊളൻ മളവളാഞ്ചനെയാണ് റോസ്റ്റ് ചെയ്യാൻ പോനെ. അത് വേറെ ഞാൻ തൊല്ലപ്പെടുത്താൻ വേണ്ടി അവനെന്താ അവൻ എപ്പോഴും പറയാൻ അറിയത്തില്ല, അപ്പലും പറയാൻ അറിയത്തില്ല. കൊണ്ണ കണ്ട ശല്യപ്പെടുത്താന്ന് ഉദ്ദേശിച്ച തൊല്ലപ്പെടുത്താൻ ഉദ്ദേശിച്ച. എന്നിട്ട് അവൻ അറിയത്തില്ല. എന്നിട്ട് ഇവനല്ലേ മറ്റേ ഊളമാതിരി എൻവിയോ VN ആപ്പ് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് കൊണ്ട് ഇടുന്നില്ല. അല്ലാതെ ഇവൻ ഈ മൈക്കൊന്നും സൗണ്ട് കൊണ്ട് ഇടത്തില്ല. ഇവൻ്റെ ഊച്ചാണ്ട് റെഡ്മി ഫോണിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് വൈസ് ഈ ഫോട്ടോ ഇന്നും അന്നും എന്തിനാ ഞാൻ അവിടെ ഇട്ടേന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എന്തിൻ്റെ കേടാ യൂസോ എന്താ ഇവൻ ഇത്രയും വാണമായിരുന്നല്ലേ. ഇതൊക്കെ കാരണം ഇതൊക്കെ ഗൈസ് ഇത് ഭയങ്കര വാണോ. എന്ത് മൂച്ചാണ്ടി അവൻ. പപ്പന്റെ കിണ്ടി മയിരേ. ഇതൊക്കെ അപമാനം ഗൈസ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അത് മൊത്തം എന്താ കൊണ്ട് കണ്ണി കണ്ടവരോട് മൊത്തം പറയുകയും ചെയ്ത് എന്താണ്ട് പോലെ ഇരുന്ന്. അന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു ഇതിങ്ങനെ പറഞ്ഞപ്പോൾ. ഇന്നെന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ അന്നൊക്കെ ഞാൻ എങ്ങനെയാണോ ക്ലാസ്സിൽ പോയി ഇടുന്നത് എനിക്കൊരു അറിയത്തില്ല. കണ്ണി കണ്ടവർ കാർക്ക് ചുപ്പാത്തത് ഭാഗ്യം. എങ്ങോട്ട് നിന്റെ തന്തേൻ്റെ സോറി ഞാൻ പറയുന്നില്ല. എൻ്റെ തന്തേ പോയി സോറി. നമ്മുടെ ആരെങ്കിലുമൊക്കെ പോകും. എനിക്കൊന്നും ഈബലൊക്കെ വരും. കാരണം ഈബലിന് എന്നോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ കെട്ടിക്കൊണ്ട് പോടാ പുല്ലേ. ഈബലിനൊന്നും അല്ല ഞാൻ അവൻ്റെ നിക്നെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല പൊക്കിയാലാണ്. ഇവനെന്ത് കഞ്ചാവടിച്ചോ ഇങ്ങനെ കിറങ്ങി സംസാരിക്കണ്ട. നേരത്തെ എൻ്റെ വേറിനിട്ടിടിച്ചു. ഗൈസല്ല 6 pack ഉണ്ടോ? ശരിയാണല്ലോ. കാണാനും പറ്റത്തില്ല പുല്ല്. ഇതിൻ്റെ ഈ വീഡിയോനെ നടുക്ക് വെച്ചൊരു ഡാൻസ് ഉണ്ട്, നിങ്ങൾ കാണണം. അടിപൊളിയായിരിക്കും. ആരുടെ? നിൻ്റെ അനിയൻ്റെയോ? ഇവൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മേന. അവനിപ്പോഴും ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ ഡാൻസ് അല്ല, വേറെ കുറച്ച് പേരുടെ ഡാൻസാണ്. അടിപൊളിയാണ്. തിരിച്ചാകും അതും കൃത്യസമയത്ത് അതുപോലെ ഒരു പൊട്ടൻ ആകാശത്തേന്ന് വീഴുമ്പോൾ. ആര്? നിൻ്റെ? ഞാൻ എന്നും പറയുന്നില്ല. ഞാൻ നന്നാകാൻ ശ്രമിച്ചത് നിൻ്റെ നല്ലതിന്. അല്ലായിരുന്നു നിന്നെ ഡാഷ് കൂട്ടി വിളിക്കുമായിരുന്നു. എൻ്റെ പാട്ടാണ്. ആ പൊട്ടൻ വേറെ ആരും ഒന്നുമല്ല, ഞാൻ തന്നെയാണ്. എടി ഇവനൊക്കെ സ്വന്തമായിട്ട് കളിയാക്കിട്ട് ടാങ്കി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പൊട്ടനായി പോയല്ലേ. പോടാ ഗായ്സ്. ഇത് എന്തുവാ ഗായ്സ്? എനിക്ക് പോലും മനസ്സിലായില്ല. അല്ലെ ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഗായ്സ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല. പറഞ്ഞത് കാര്യമാണ്. ഇപ്പോഴും എനിക്ക് സംഭവിക്കാനുള്ളൂ. ഞാൻ എനിമീനെ കൊല്ലാൻ ഓടും, തിരിച്ചെന്നെ എനിമിയിട്ട് ഓടിക്കും. അത് കള്ളക്കളിയോ ഗരീന? എൻ്റെ പൊന്നു ഗൈസ്, ഗരീന കാണിച്ച് വെച്ചിരിക്കുന്നത് എന്താ അബദ്ധമാണ്. ഗ്ലൂ ആണ് എല്ലാം. നമുക്ക് നമ്മുടെ പഴയ ഫ്രീ ഫയർ തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പഴയ ഫ്രീ ഫയറിൻ്റെ വീഡിയോ കാണുമ്പം എന്താണ്ടോ പോലെ. ഞാൻ ഫ്രീ ഫയർ കളിക്കാറേ ഇല്ല, ഞാൻ നിർത്തി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ ടെസ്റ്റ് ഓട്ടോങ്സ് അങ്ങനത്തെ കുഞ്ഞു ഗെയിംസ് കളിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫോൺ ഭയങ്കര ചൂടായോണ്ട് അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുത്തി വെക്കായിരുന്നു. പറഞ്ഞതിൽ ഒരു കാര്യം പോയില്ല. അന്നേരം പറഞ്ഞ ഒരാൾക്കാര് അന്നേരം ഫോൺ ചൂടായിരുന്നു. പരുത്തെങ്ങനെ ഈ 2 മുട്ടയിട്ട് പൊട്ടിച്ചങ്ങ് ഒഴിച്ച് ഓംലേറ്റ് അടിച്ചങ്ങ് തിന്നടാ. ഗൈസ് ഇവനൊക്കെ ഏത് ന്യൂബാ. ഇതിനേക്കാളും വേദമാണ് ഞാൻ അലോക്കിനെ ഇട്ട് കളിക്കുന്നത്. അലോക്കോ ആദം ഇപ്പോഴും അവൻ്റെ പേരെടുത്തില്ല കോപ്പ്. ഗൈസ് അപ്പോൾ ഒരു സെക്കൻഡേ. ശരി ഗൈസ്, ഇവൻ ഇപ്പോഴും ന്യൂബാണ്, അന്നും ന്യൂബാണ്. അവൻ ഈ ഓടിഞ്ഞ വണ്ടീൻ്റെ കീരെ കൊണ്ടി നിന്നാലേ അവന് സോക്കേട് തീരത്തുള്ളൂ. എന്തിൻ്റെ കേടാ ഗൈസ്, എന്തിൻ്റെ കേട്. അന്നേരം ഈ ന്യൂബിനൊരു പാട്ട് പോലും ഇട്ടാ കൂടായിരുന്നേ. ഇത് കണ്ടാണ് അടുത്ത സീൻ കാണേ. ഇപ്പം ഇവൻ മുമ്പ് കുതിച്ചാനാണ്.
അല്ല ഇവൻ വീടിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താണ് ഇടുന്നുണ്ടല്ലോ കാണിച്ചത്. കാരണം അത്രയും തവണ ചാവും ഈ വാളങ്ങളൊക്കെ. ഇപ്പം ഈ പട്ടികളൊക്കെ ഇങ്ങനെ ഗൈസ്. എന്നോട് ആകെ സ്നേഹമുള്ള എൻ്റെ ആൻറ്റിയും ബെൻഡിയുമാണ് സത്യം. എൻ്റെ മുന്നേ ഗൈസ് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഗൈസ്. ഞാൻ ചുമ്മാ അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആൻറ്റിയും ഡിയോണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അവന്മാർ എൻ്റെ വീട്ടിൽ വന്നിട്ട്. അത് ഞങ്ങൾ മന്തി കഴിക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഞാൻ പോയൊന്നുമില്ല, പറഞ്ഞായിരുന്നു പോകുന്നത്. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ പോയില്ല. പക്ഷെ അവന്മാരെൻ്റെ വീട്ടിൽ വന്നു ഗൈസ്. എൻ്റെ കണ്ണിത് ആസു പുല്ല് പറയണ്ടാവോ. അവനെ ഞാനുമാണ് ടീമിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. അതുകൊണ്ട് എത്രയോ വേണമെങ്കിലും പൊക്കും. ഇപ്പം ഇവന്മാരാണല്ലോ പറഞ്ഞത് കാര്യമുണ്ട്. ഇവന്മാർ പൊക്കും പക്ഷെ പെട്ടെന്ന് അധികം ഒന്നും പൊക്കത്തില്ല. പറഞ്ഞൊരു ഇവന്മാരെ ഞാൻ ഒരു കൂടിയും ഇതായിട്ട് സ്കോറായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എങ്ങനെയെങ്കിലും അവന്മാരെ സ്കോഡിൽ കൊണ്ടുവന്ന് നോക്കാം. പറഞ്ഞേട്ടാ അവന്മാർ പോവാം, അവന്മാർ പൊക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അവന്മാരോട് കള്ളം പറഞ്ഞോട് അവന്മാർക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതൊരു ഘട്ടത്തിൽ ഡാൻസ് ഇട്ടാലോന്ന് ഞാൻ കരുതിയ. പിന്നെ വേണ്ടതേ ചുമ്മാ എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടിരുന്നേ. ഇങ്ങനെ ഒരു ആൾ ചാടുമ്പോഴാണ് അതേ പറഞ്ഞായിരുന്നു. ഇങ്ങനെ അയ്യോ അമ്മേ അന്നേരം ഇവരെങ്ങനെ ഈ ശബ്ദത്തിൽ സംസാരിക്കുന്നത് എനിക്കറിയത്. എനിക്ക് തൊണ്ടവേദന എടുക്കണം അങ്ങനെ സംസാരിച്ചിട്ട്. അതൊരു പൊട്ടനാണെന്നും പറഞ്ഞായിരുന്നു. ഇപ്പൊ തൊട്ട് ഞാൻ പുതിയമാനായിട്ട് കളിക്കാൻ പോണം. ഓൻ ചൂടാണ്, കൈ പോലും തൊടാൻ വയ്യ. ആ ചപ്പട്ടിക്കകത്ത് കയറാം. ഈ കാലത്തിന് അവന് നമ്മളിപ്പം ഗ്ലൂവാൾ ഇട്ടിട്ട് വെടിവെക്കണില്ല. അതുപോലും അടിക്കാൻ കഴിയാത്തൊരു ഷൊണ്ണയായിരുന്നു ഇവൻ. വന്നിട്ട് കിടന്ന് ചിലക്കിനുണ്ടാത്തൊന്നും വലിയ പ്രോ പ്ലെയർ ആണെന്ന് ഓപ്പൻ. എന്നിട്ട് വെടിയും കൊണ്ടിട്ട് ഓടിക്കൊണ്ട് പോലും കാണാം. വെടിയും കൊണ്ട് ഓടിക്കൊണ്ട് പോരെ. അവൻ ഇന്നും സ്കോപ്പ് ചെയ്ത് അടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതെന്ത് ഗൈസ് നാളെ തൊട്ട് ഇപ്പം അടിക്കാൻ കഴിയും. ഇപ്പം ഒരു കുഞ്ഞു കുത്തു വരുന്നുണ്ടല്ലോ, അത് വെച്ച് എങ്ങനെയെങ്കിലും അടിച്ചു പോയിക്കോളും. അന്നേരം അവൻ ന്യൂബായിരുന്നു. എടാ കുത്തി പിടിച്ച് കളിക്കണവൻ എന്ത് വാണത്തിലോടാ പറയണേ. പറഞ്ഞത് കാര്യം. ഒന്നിനൊക്കെ ഒരു കഴിവിടുന്ന് ഞങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും ചാകുമ്പം ഞാൻ ചാകുമ്പം ആരും വരെ രസിക്കത്തില്ല. പക്ഷെ വേറെ ആരെങ്കിലും ചേട്ടാ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് എനിമൊന്നുമില്ല. ടീം തന്നെ രസിച്ചേക്കാം. നമ്മുടെ ദയ മനസ്സാണ്. എന്നിട്ടാണ് ആ പാവം ബെന്നിനെ പിടിച്ച് ഫുട്ബോൾ അടിക്കണ പോലെ ഗോൾ പോസ്റ്റിൽ അടിച്ച് കയറ്റിയത്. എന്താണെന്ന് അറിയത്തില്ല. അവൻ എങ്ങോട്ട് തന്തയ്ക്ക് കയറി വിളിച്ചു. അവനെ പൊക്കി ഇങ്ങോട്ട് തിരിച്ചിട്ട് ഗോൾ പോസ്റ്റിലേക്ക് ഗോളൊക്കെ അടിച്ച് തീർക്കണില്ല. അതുപോലെ ഒറ്റ അടി. എന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ബെനറ്റൊക്കെ ബെനറ്റും പറയുന്നുണ്ട്, ഈബലും പറയുന്നുണ്ട്, ഏടിനും പറയുന്നുണ്ട്. പിന്നെ ആ പാവത്തിൻ്റെ കൈ കടിച്ച് നശിപ്പിച്ച് എന്തൊക്കെയായിരുന്നു ആ വാണം. അവൻ്റെ കൂതിയ മനസ്സ്. ഇത് സ്വയം പൊങ്ങൽ. ഇത് പൊങ്ങലല്ല, ഇത് ചങ്ങൽ. പക്ഷേ അതിനൊരു വാക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാമേ. പൊങ്ങൽ. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് മനസ്സിലായില്ല. നമുക്ക് ഇത് വേറെ വെക്കാം. പൊങ്ങി തൂറ്. അപ്പൊ നിന്റെ മുമ്പിൽ കൂടെ പോയത് ബെന്നൽ. ഞാൻ പറയുന്നില്ല. സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുമ്പോൾ ഒരേ ഒരു കുഴപ്പമുള്ളൂ. ഈ എൻ്റെ വായനയെങ്കിൽ നമുക്ക് സ്വന്തം തത്തക്ക് വിളിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ തത്തക്ക് വിളിക്കാൻ കൊല്ലണ്ടായിരുന്നു. അന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാൻ വരുന്നു. എനിക്കോലും കേൾക്കത്തില്ല. എന്താണ്ടോ ഒന്നും കേൾക്കത്തില്ല. ഇതുപോലെയായിരുന്നു എനിക്ക് വന്നു. നിങ്ങൾ എങ്ങനെ സഹിച്ചു കഴിച്ചു ഈ വാണത്തിനെ? ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് തരുന്ന ഒരു കുഴപ്പമില്ല ഗൈസ്. എനിക്കറിയാം വാണത്തരം കാണിച്ചാൽ വാണം തന്നെ. ഏത് ഊച്ചാണ്ടിയാണെങ്കിലും ഗൈസ് ചത്തട്ട് ഓടിയിരിക്കുന്നു. അയ്യേ നൂബ് നമ്മൾ ചത്തുമായിട്ട് ആരും പൊക്കില്ല. ഏറ്റവും അവസാനം കളി തീരാനാകുമ്പോൾ പൊക്കിനു നമ്മൾ ഒരു കില്ലെടുക്കുന്നു. പ്ലസ് ഇവിടെ കുറെ കുണ്ണുകൾക്ക് അവളുടെ അപ്പൻ്റെ മറ്റേ കടി കിട്ടുന്നു. എന്ത് രസമായിരുന്നല്ലേ. ഇത് കാണാൻ പോലും കഴിയത്തില്ല ഈ വാണത്തിൻ്റെ അവൻ്റെ.
ഇവനെ ഇപ്പൊ എന്റെ കൈ കിട്ടുവാണ് ഞാൻ തല്ലിക്കൊല്ലുമായിരുന്നു എന്റെ. അല്ല അത് ഡാനു അല്ലേ? ശേ അതെന്ത് മോശം. ഡാനു എന്ന് പറയുന്നത് അവനേക്കാളും നല്ല ചേർക്കണേ. അത്ര ടൂലാവും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവൻ എന്ത് ന്യൂബ് കുറ്റിക്കാട്ടിന്ന് പറഞ്ഞാ കാട്ടുവാണം. പക്ഷെ ചൂടായിരുന്നെങ്കിൽ ഡബിൾ വിക്ടർ ഉണ്ടെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് കൊല്ലുമായിരുന്നു. അതൊരു കാര്യമാണ്. സ്വന്തമായിട്ട് ബുക്ക് കിടന്നൊന്നും കരുതില്ല. സത്യമായിട്ട് ഞാൻ പറയുക കൈസ്, എൻ്റെ ഡബിൾ വിക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. കാരണം പിന്നെ ഈവലിനും പെറ്റിലൊക്കെ ഡബിൾ വിക്ടർ വെച്ചു എന്താണെന്ന് അറിയത്തില്ല. 2 ഹീറോയിക് പ്ലെയറിനൊക്കെ ഞാൻ കൊന്നിട്ടുള്ളൂ. അത് വെച്ചൊക്കെ ഡബിൾ വിക്ടർ വെച്ച് ഒരു അടിക്കണമെന്ന് തോന്നുന്നില്ല സത്യമായിട്ടു. ഇത് ഞാൻ പറഞ്ഞല്ലോ ഈബൽ ബെനറ്റ്. അയ്യോ ഈബല് ബെനറ്റ് പിന്നെ ആൻജോ ഡാനു അങ്ങനെയുള്ള ഏതൊരുത്തൻ പറഞ്ഞ ആൻജോ ഡാനു ആൻജോ ആയിരുന്നു ഡാനു ആയിരുന്നു ഏതോ ഒരുത്തൻ ഡാനു ഒരു കില്ലോ ഒറ്റൊരു കില്ലോ പോലും എടുക്കാതാണ് ഇവൻ ഈ കളി എടുത്തിട്ട് ഇങ്ങനെ ചളി വാരി അടിക്കണേ. ഞാനിപ്പോ ഒന്ന് ഫ്രീ ഫയർ കളിച്ച് നോക്കിയാലോ ഗൈസ്? എന്ത് പറഞ്ഞു? നമുക്ക് സായിപ്പിനെ പോലെ ആയല്ലോ. സായിപ്പ് അറിയത്തില്ല മറ്റേ ഇപ്പം സോബി ഗെയിമാണ് ഞാൻ കളിക്കണേ. ഇപ്പം ഫ്രീ ഫയർ കളിക്കുന്നേരി എൻ്റെ ഫോണിനകത്ത് നെറ്റിന് തന്നെ ഞാൻ ബൂമ്പി കുത്തി അമ്മേൻ്റെ ഫോണിനകത്ത് കളിക്കുന്നു. അമ്മേൻ്റെ ഫോണിനകത്ത് കളിക്കാനെടുത്ത് വീഡിയോ ഇല്ലെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഫോണിനകത്ത് സ്ക്രീൻ റെക്കോർഡില്ല. ഇപ്പം നമ്മുടെ മുമ്പി അവന് മുമ്പി അപ്പം അടുത്തൊരു കൂടി ഇവനെ ബാക്കി റോസ്റ്റ് ചെയ്യാനായിരിക്കും. പിന്നെ റോസ്റ്റ് ചെയ്തില്ല ഇവനെ നിർത്തി ഞാൻ പൊരിക്കും.